അതെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുക്കറിൻ്റെയൊക്കെ വാഷറുകൾ അല്ലെങ്കിൽ നമ്മുടെ മിക്സി ജാറിൻ്റെ വാഷറൊക്കെ ലൂസായാൽ എങ്ങനെ ടൈറ്റാക്കി എടുക്കാമെന്നുള്ള 3 കിടിലൻ ടിപ്പുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ കുക്കറിൽ ഡാല് പോലുള്ള സാധനങ്ങൾ വേവിക്കുമ്പം പുറത്തേക്ക് തെറിച്ചു പോകാണ്ടിരിക്കാനും പിന്നെ ചില സമയങ്ങളിൽ നമ്മുടെ കുക്കറിൽ എത്ര വിസിൽ വന്നാലും വെന്ത് കിട്ടാറില്ല അല്ലേ, അതിനൊക്കെ ഉപയോഗപ്രദമായിട്ടുള്ള നല്ല ടിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കുക്കറിനെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഇനി ഉണ്ടാവില്ല. അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്ക് ലൂസായി പോയിട്ടുള്ള വാഷറുകൾ എങ്ങനെ ടൈറ്റ് ആക്കി എടുക്കാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ മിക്സി ജാറിൻ്റെ വാഷറാണ് കേട്ടോ ടൈറ്റ് ആക്കുന്നത്. നമുക്കറിയാം മിക്സി ജാറിൻ്റെ വാഷർ ലൂസായി കഴിഞ്ഞാൽ അരയ്ക്കുന്ന സാധനങ്ങളൊക്കെ പുറത്തേക്ക് തെറിച്ചു പോകും. അപ്പം നമ്മുടെ മിക്സി ജാറിൻ്റെ വാഷർ ലൂസാണെന്നുണ്ടെങ്കിൽ 1-2 റബ്ബർ ബാൻഡ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ട് ഇരുന്നോളും കേട്ടോ. അരച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്ലീൻ ആക്കാനും എളുപ്പമാണ്. ഇപ്പം വാഷർ പോയി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് വേറെ ജാറൊന്നും വാങ്ങേണ്ട ആവശ്യകതയില്ല. ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ചാൽ മതി. വാഷർ ഇട്ടതിന് ശേഷം വാഷറിന് മുകളിലൂടെയാണ് നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു റബ്ബർ ബാൻഡ് മാത്രമാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. നല്ലതുപോലെ ലൂസാണെങ്കിൽ 1-2 റബ്ബർ ബാൻഡ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഈ ഒരു മിക്സിയുടെ അടപ്പ് ജാറിലൊന്ന് അടച്ച് കാണിച്ചു തരാം എത്ര നല്ല പെർഫെക്റ്റ് ആയിട്ട് ടൈറ്റ് ആയിട്ടാണ് മിക്സിയുടെ ജാറിൽ അടഞ്ഞിരിക്കുന്നതെന്നുള്ളത്. ഇതേ കണ്ടില്ലേ, നല്ല ടൈറ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. മുമ്പേ ഈ ഒരു അടപ്പ് നല്ല പോലെ ലൂസായിരുന്നു. ഇപ്പം മിക്സിയുടെ ജാറിലേക്ക് വെക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടാണ്. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് ടൈറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൻ്റെ വാഷറുകൾ ലൂസാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കടയിൽ നിന്ന് വാങ്ങാതെ തന്നെ എങ്ങനെയൊന്ന് ടൈറ്റാക്കി എടുക്കാമെന്ന് നോക്കാം. മിക്കവരും ചെയ്യുന്നൊരു ടിപ്പായിരിക്കും, നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും ഈ ഒരു വാഷർ ഫ്രീസറിൽ വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ടൈറ്റായിട്ട് കിട്ടും കേട്ടോ. ഞാൻ പൊതുവേ ചെയ്യുന്നത് രാത്രിയിൽ വാഷറുകൾ ഇതുപോലെ ഫ്രീസറിൽ വെച്ചിരിക്കും. പിറ്റേന്ന് രാവിലെ നമ്മൾ ഈ ഒരു വാഷർ കുക്കറിലേക്ക് ഇട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ടിരുന്നോളും. ഒട്ടും തന്നെ പ്രഷർ പുറത്തേക്ക് പോകത്തില്ല. ഇതുവരെ ഈ ഒരു ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ. ഇനി ഞാൻ ഇതിൽ നിന്ന് ഒരു വാഷർ കുക്കറിൻ്റെ ലിഡിലേക്കൊന്ന് ഇട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എത്ര നല്ല പോലെ ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്നുള്ളത്. ഫ്രീസറിൽ നിന്ന് നമുക്ക് വാഷർ എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഹാർഡായിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് വാഷർ കിട്ടുന്നത്. ഇതേ നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ടൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത ടിപ്പ് നമ്മുടെ മിക്സിയുടെ വാഷറായാലും കുക്കറിൻ്റെ വാഷറായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മിക്സിയുടെ വാഷർ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒപ്പം തന്നെ കുക്കറിൻ്റെ വാഷർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് വെട്ടി തിളപ്പിച്ച് എടുക്കണം. ഈ ഒരു ടിപ്പ് ഞാൻ മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്യുന്നതാണ് കേട്ടോ. കാരണം മിക്സിയുടെ വാഷറിൻ്റെ അടിയിലായാലും അതുപോലെ തന്നെ കുക്കറിൻ്റെ വാഷറിലായാലും ഒരുപാട് അണുക്കളുണ്ടാവും. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് ഇതുപോലെ ചൂടുവെള്ളത്തിലിട്ടൊന്ന് എടുക്കാം. ഇത് നല്ലപോലെ വെട്ടി തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ആ ഒരു വെള്ളത്തിൽ നിന്ന് വാഷർ എടുത്തിട്ടുണ്ട്. ചൂടൊന്നുമില്ല കേട്ടോ, നമുക്ക് കൈകൊണ്ട് തന്നെ വാഷർ പിടിക്കാം. ഇനി ഈ ഒരു വാഷർ നമ്മൾ ലിഡിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിലും നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും. കുക്കറിൻ്റെ വാഷർ ലൂസ് അല്ല എന്നുണ്ടെങ്കിലും മാസത്തിൽ ഒരു പ്രാവശ്യം നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. കാരണം ഈ ഒരു വാഷറിനുള്ളിലുള്ള അണുക്കളൊക്കെ ചത്തുപോകും. മാത്രവുമല്ല നമ്മുടെ കുക്കർ കുറേ കാലം നമുക്ക് ഈട് നിൽക്കുകയും ഉപയോഗിക്കാനും കഴിയും. ഈ 3 കാര്യങ്ങളാണ് കേട്ടോ ലൂസായിട്ടുള്ള വാഷറുകൾ ടൈറ്റ് ആക്കാനായിട്ട് ഞാൻ പൊതുവേ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ള ഐഡിയാസുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് മറക്കരുതേ. അത്തരത്തിലുള്ള നല്ല ഐഡിയാസുകൾ വരുന്ന വീഡിയോയിലൂടെ നമ്മുടെ ഫോളോവേഴ്സിലേക്ക് എത്തിക്കും. നിങ്ങളുടെ പേരും ആ ഒരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് തന്നെ. മിക്ക ആളുകളും പൊതുവേ പറയുന്നൊരു കംപ്ലൈൻ്റ് ആണ്, എത്ര വിസിൽ വന്നാലും നമ്മൾ കുക്കറിൽ വെച്ചിരിക്കുന്ന സാധനം വെന്ത് കിട്ടാറില്ല എന്നുള്ളത്. അതിന് മെയിനായിട്ടുള്ളൊരു കാരണം നമ്മുടെ കുക്കറിനുള്ളിൽ പ്രഷർ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. കുക്കർ വൃത്തിയാക്കുന്ന സമയത്ത് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്ത് നോക്കും. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നൂലും ഒരു സൂചിയാണ് കേട്ടോ. നൂലിൻ്റെ അറ്റത്ത് ഞാൻ കെട്ടിയിട്ടിട്ടുണ്ട്. കുക്കറിൻ്റെ പ്രഷർ വരുന്ന ആ ഒരു നോസ്റ്റിലുണ്ടല്ലോ, നമ്മൾ വിസിലിടുന്ന ഭാഗം, അതിനുള്ളിലൂടെ കടത്താൻ പറ്റുന്ന വലിപ്പത്തിലുള്ള നൂല് വേണം എടുക്കാനായിട്ട്. ഇനി നൂലിൻ്റെ അറ്റത്ത് നമ്മൾ കെട്ടിട്ടിട്ടുണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് ചെറിയൊരു ടിഷ്യൂ പേപ്പർ, ഒരുപാടൊന്നും വേണ്ട, വളരെ ചെറിയൊരു ടിഷ്യൂ പേപ്പർ മുറിച്ചെടുത്തിട്ട് നല്ലതുപോലെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ ചെയ്തെടുത്താൽ മതി. ചെറിയൊരു ടിഷ്യൂ പേപ്പർ എടുത്ത് ഇതുപോലെ നൂലിനുള്ളിലേക്ക് വെച്ചിട്ട് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് തിരുമിയെടുക്കുകയാണെങ്കിൽ വളരെ ചെറിയ രീതിയിൽ നമുക്ക് ആ ഒരു ടിഷ്യൂ പേപ്പർ നൂലിൽ ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ നൂലും ടിഷ്യൂ പേപ്പറും ഒക്കെ നമുക്ക് ആ ഒരു കുക്കറിൻ്റെ വിസിൽ വരുന്ന ആ ചെറിയൊരു ഹോളുണ്ടല്ലോ അതിനുള്ളിലൂടെ കടത്താനാണ്. അത്രയും വലിപ്പം കുറച്ച് വേണം നമ്മൾ എടുക്കാനായിട്ട്.
ഇനി ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ആ ഒരു സൂചി ആ ഒരു ഹോളിനുള്ളിലൂടെ ഇട്ട് പുറത്തേക്ക് വലിച്ചെടുക്കുമ്പം ആ ഒരു ടിഷ്യൂ പേപ്പർ ആ ഹോളിനുള്ളിലൂടെ പുറത്തേക്ക് വന്നിട്ട് ഇതിനുള്ളിലുള്ള അഴുക്കും അതിനുള്ളിൽ തടഞ്ഞിരിക്കുന്ന സാധനങ്ങളൊക്കെ പുറത്തേക്ക് വരും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ കനം കുറച്ച് വേണം നിങ്ങൾ ടിഷ്യൂ പേപ്പർ എടുക്കാനായിട്ട്. നിങ്ങളുടെ കുക്കറിനുള്ളിലെ ഹോൾസ് എത്രത്തോളം വലുപ്പമുണ്ടോ അതനുസരിച്ച് വേണം ടിഷ്യൂ പേപ്പർ ഇതുപോലെ നൂലിൽ ചുറ്റി എടുക്കാനായിട്ട്. 2-3 പ്രാവശ്യം ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിയുമ്പം കുക്കറിൻ്റെ ആ ഹോളിനുള്ളിൽ അടഞ്ഞിരിക്കുന്ന എല്ലാ സാധനങ്ങളും പുറത്തേക്ക് വന്ന് നല്ലപോലെ ക്ലീൻ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ കുക്കറിൻ്റെ അടപ്പിൻ്റെ ഉൾവശത്ത് ചെറിയ ചെറിയ ഹോൾസുകൾ കാണാം. ആ ഒരു ഹോൾസിൽ നമ്മൾ സൂചി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ കുക്കർ മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുക്കറിനുള്ളിലുള്ള പ്രഷർ പുറത്തേക്ക് പോകത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ഇതിലിട്ട് കൊടുക്കുന്ന സാധനങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും. കുക്കറിൻ്റെ അടപ്പ് കറക്റ്റ് ആണോ എന്നറിയാനായിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ വെള്ളം ആ ഒരു ഹോളിലൂടെ പുറത്തേക്ക് വരികയാണെങ്കിൽ നമ്മുടെ കുക്കറിൻ്റെ അടപ്പ് കറക്റ്റ് ആണെന്നുള്ളതാണ് കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ എന്തൊക്കെയോ കയറി അടഞ്ഞിരിക്കുന്നതാണ്. അത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കണം. അല്ലാണ്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് അപകടങ്ങളുണ്ടാവും. പലപ്പോഴും കുക്കറൊക്കെ പൊട്ടിത്തെറിക്കാനുള്ള മെയിനായിട്ടുള്ള റീസൺ ഈ ഒരു പ്രഷർ വരുന്ന ഭാഗത്ത് ഭക്ഷണ സാധനങ്ങളൊക്കെ അടഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും ഈ ഒരു രീതിയിൽ കുക്കറിൻ്റെ ലിഡ് ക്ലീൻ ചെയ്തെടുക്കണം. അടുത്ത ടിപ്പ്, നമ്മൾ കുക്കറിൽ ഡാല് അതുപോലെ തന്നെ പൊടിയരിയൊക്കെ വേവിക്കുമ്പോഴാണ് പുറത്തേക്ക് തെറിച്ചു പോകുന്നതും ചെറിയ ചെറിയ ഹോളുകളിൽ വന്ന് ഇത് അടിയുന്നതും. അത് ഒഴിവാക്കാനായിട്ട് അത്തരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് കുക്കിംഗ് ഓയിൽ, ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന വെളിച്ചെണ്ണയാണ്, ഇതുപോലെ ലിഡിന് ഉള്ളിൽ തടവി കൊടുക്കാം. പലരും കുക്കറിൽ വേവിക്കുന്ന സമയത്ത് പുറത്തേക്ക് തെറിക്കാണ്ടിരിക്കാനായിട്ട് സ്റ്റീലിൻ്റെ സ്പൂണൊക്കെ കുക്കറിനുള്ളിൽ ഇടാറുണ്ട്. അതിലും നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് സക്സസ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ടിപ്പാണിത്. കുക്കറിൻ്റെ അടപ്പിൻ്റെ ഉൾവശത്ത് ഓയിൽ തേച്ചതുപോലെ തന്നെ ആ ഒരു പ്രഷർ വരുന്ന ഭാഗത്ത് നമ്മൾ കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ ചെറിയ ചെറിയ സാധനങ്ങൾ കുക്കറിൽ വേവിക്കുന്ന സമയത്തൊന്ന് ചെയ്ത് നോക്കൂ. ഒട്ടും തന്നെ ഭക്ഷണ സാധനങ്ങൾ വന്നിട്ട് നമ്മൾ ആ ഒരു വിസിൽ വരുന്ന ഭാഗത്ത് തടഞ്ഞിരിക്കത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു കുക്കർ തന്നെ നമുക്ക് ലൈഫ് ലോങ് ഉപയോഗിക്കാനായിട്ട് പറ്റും. മാത്രവുമല്ല കുക്കർ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ടിപ്പ് ഏറ്റവും ഇഷ്ടമായതെന്ന് കൂടി കമൻറ്റിലൂടെ അറിയിക്കണേ. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ ബൈ.